നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദലാൽ സ്ട്രീറ്റിൽ ഇത്തവണ സാന്താക്ലോസ് എത്തിയില്ല. സെൻസസ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ താങ്ങി നിർത്തിയത് ആഭ്യന്തര നിക്ഷേപകരെന്ന അനലിസ്റ്റുകൾ. മുംബൈക്ക് ഇനി 2 ചിറകുകൾ. നവി മുംബൈ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു. മലയാളി യാത്രക്കാർക്കും നേട്ടം. പ്രാഥമിക ഓഹരി വിൽപ്പനയ്ക്കൊരുങ്ങി സെപ്റ്റോ. IPO രേഖകൾ വെള്ളിയാഴ്ച സമർപ്പിക്കും. ലക്ഷ്യം 2026 പൊതുവിപണിയിലെത്തുക. ലോക വ്യാപാര ഭൂപടത്തിൽ ഇന്ത്യ വരച്ചു ചേർത്തത് ട്രേഡ് മാജിക് എന്ന റിപ്പോർട്ട്. ട്രംപിന്റെ സമ്മർദ്ദങ്ങളെ തകർത്തെറിഞ്ഞത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്നും വിദഗ്ധർ. ഊർജ മേഖലയ്ക്ക് AI ഭീഷണിയാകില്ല. പുനരുപയോഗ ഊർജ വ്യവസായം ഇന്ത്യയിൽ 3 ദശലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വാർത്തകൾ വിശദമാണ്. ദലാൽ സ്ട്രീറ്റിൽ ഇത്തവണ സാന്താക്ലോസ് എത്തിയില്ല. സെൻസസ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ വൻ തകർച്ചയിൽ നിന്നും താങ്ങി നിർത്തിയത് ആഭ്യന്തര നിക്ഷേപകരെന്ന അനലിസ്റ്റുകൾ. ആഗോള സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ, പണപ്പെരുപ്പം, പലിശ നിരക്ക് കുറയുന്നതിലെ കാലതാമസം, ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ എന്നിവ വിദേശ നിക്ഷേപകരെ പ്രതിരോധത്തിലാക്കി. ലാഭം നിലനിർത്തുന്നതിനായി അവർ വിൽപ്പന നടത്തുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയും തിരിച്ചടിയായി. ഇതാണ് ഇത്തവണ വിപണിയിൽ സാന്താ റാലി മിസ്സായതിന് കാരണമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. തുടർച്ചയായ 2ാം വർഷമാണ് സെൻസെക്സ് ഡിസംബർ മാസത്തിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. കഴിഞ്ഞ 46 വർഷത്തെ ചരിത്രത്തിൽ 4ൽ 3 തവണയും ഡിസംബറിൽ വലിയ ലാഭം നൽകിയ വിപണി ഇത്തവണ 0.2% ഇടിവിലാണ്. 2024 2% ഇടിവിന് പിന്നാലെയാണിത്. 2025 ഏറ്റവും മോശമായ 5ാമത്തെ മാസമായി ഡിസംബർ മാറിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് സംഭവിച്ചതെന്നാണ് വിദഗ്ധർ പറയുന്നത്. വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് പണം വൻതോതിൽ പിൻവലിച്ചപ്പോഴും ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ കരുത്തറിയിച്ചു. ഈ വർഷം വിദേശികൾ 1.55 ലക്ഷം കോടി രൂപ പിൻവലിച്ചപ്പോൾ 7.55 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തിയാണ് ഇന്ത്യൻ നിക്ഷേപകർ പ്രതിരോധം തീർത്തത്. ഡിസംബറിൽ മാത്രം 59,903 കോടി രൂപ വിപണിയിലേക്ക് ഒഴുക്കി. ആഭ്യന്തര നിക്ഷേപകർ ഇല്ലായിരുന്നെങ്കിൽ വിപണി ഇതിലും വലിയൊരു തകർച്ചയിലേക്ക് പോകുമായിരുന്നു. വിപണി ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ 10% താഴെ പോകുമായിരുന്നു എന്നാണ് മിറേ മണി സഹസ്ഥാപകൻ ആനന്ദ് കേരതി വിഷയത്തിൽ പ്രതികരിച്ചത്. ചുരുക്കത്തിൽ പഴയ സാന്താ റാലി എന്ന കീഴ്വഴക്കത്തേക്കാൾ വിപണി ഇപ്പോൾ ആഗോള സാഹചര്യങ്ങളെയാണ് ഭയപ്പെടുന്നതെന്നാണ് ചോയ്സ് വെൽത്തിലെ CEO നികുഞ്ച് സറഫ് വ്യക്തമാക്കിയത്. രൂപയുടെ മൂല്യത്തകർച്ചയും ഇന്ത്യ-US വ്യാപാര കരാറിലെ അനിശ്ചിതത്വങ്ങളും വിദേശികളെ വിപണിയിൽ നിന്ന് അകറ്റി നിർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുംബൈക്ക് ഇനി 2 ചിറകുകൾ. നവി മുംബൈ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു. മലയാളി യാത്രക്കാർക്കും നേട്ടം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. മുംബൈയുടെ ആകാശസീമകളിൽ അത്യാധുനിക സൗകര്യങ്ങളുമായി അദാനി ഗ്രൂപ്പിന്റെ വമ്പൻ പ്രൊജക്ട് ചിറകുവിരിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തിന് നൽകുന്നത് പുതിയൊരു കുതിപ്പാണ്. ആദ്യഘട്ടത്തിൽ 15 വരവുകളും 15 പുറപ്പെടലുകളും ഉൾപ്പെടെ ദിവസം 30 വിമാനങ്ങളാണ് ഇവിടെ നിന്ന് പറക്കുക. ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിൽ നിന്നുമുള്ള ഇൻഡിഗോ വിമാനങ്ങളാണ് പുതിയ റൺവേയിൽ ആദ്യമായി ലാൻഡ് ചെയ്തത്. തുടക്കത്തിൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെയായിരിക്കും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം. മലയാളി യാത്രക്കാർക്കും ഈ വിമാനത്താവളം വലിയ ആശ്വാസമാകും. ഇൻഡിഗോ, ആകാശ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാന കമ്പനികൾ നവി മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിലെ മുംബൈ വിമാനത്താവളത്തിലെ തിരക്ക് ഒഴിവാക്കി നവി മുംബൈ മേഖലയിലുള്ളവർക്കും പൂനെ ഭാഗത്തുള്ളവർക്കും ഇനി എളുപ്പത്തിൽ നാട്ടിലെത്താം. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഫെബ്രുവരി മാസത്തോടെ വിമാനത്താവളം പൂർണ്ണ സജ്ജമാക്കാനാണ് അദാനി ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഫെബ്രുവരിക്ക് ശേഷം മണിക്കൂറിൽ 30 വിമാനങ്ങൾ വരെ കൈകാര്യം ചെയ്യാൻ ഈ വിമാനത്താവളം പ്രാപ്തമാകും. അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡിന്റെ കിരീടത്തിലെ പുതിയ പൊൻതൂവലാണിത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് വിമാനത്താവള വികസനത്തിനായി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർപോർട്ട് ഓപ്പറേറ്റർ എന്ന നിലയിൽ അദാനി ഗ്രൂപ്പിന്റെ 8ാമത്തെ വിമാനത്താവളമാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രാഥമിക ഓഹരി വിൽപ്പനയ്ക്കൊരുങ്ങി സെപ്റ്റോ. IPO രേഖകൾ വെള്ളിയാഴ്ച സമർപ്പിക്കുമെന്ന റിപ്പോർട്ട്. ലക്ഷ്യം 2026 പൊതുവിപണിയിൽ എത്തുക.
10 മിനിറ്റിൽ ഡെലിവറി, 6 വർഷത്തിൽ IPO, ഇങ്ങനെ വിപണിയെ ഞെട്ടിക്കുകയാണ് സെപ്റ്റോ. നീക്കം വിജയിച്ചാൽ വെറും 6 വർഷത്തിനുള്ളിൽ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായി സെപ്റ്റോ മാറും. 2020 പ്രവർത്തനം തുടങ്ങിയ സെപ്റ്റോ 2026 പൊതുവിപണിയിലെത്താനാണ് ലക്ഷ്യമിടുന്നത്. കോൺഫിഡൻഷ്യൽ റൂട്ട് വഴിയാണ് IPOയുടെ ഡ്രാഫ്റ്റ് പേപ്പറുകൾ സമർപ്പിക്കുക. ഇതിലൂടെ വിപണിയിലെ തങ്ങളുടെ നീക്കങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഏകദേശം $500 ബില്യൺ അഥവാ 4000 കോടി രൂപ സമാഹരിക്കും. സെപ്റ്റോയുടെ വരവോടെ ഇന്ത്യയുടെ ക്വിക്ക് കൊമേഴ്സ് രംഗത്തെ ബിഗ് 3 താരങ്ങൾ വിപണിയിൽ നേർക്കുനേർ വരും. സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗിയുടെ ഇൻസ്റ്റമാർട്ട് എന്നിവയ്ക്കൊപ്പം സെപ്റ്റോയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ മാറ്റുരയ്ക്കും. $30 മില്യൺ വിപണി മൂല്യമുള്ള ബ്ലിങ്കിറ്റും $12 ബില്യൺ ഉള്ള സ്വിഗ്ഗിയും തമ്മിലുള്ള പോരാട്ടം ഇനി സെപ്റ്റോയുടെ വരവോടെ ശക്തമാകും. വിദേശ നിക്ഷേപകർക്ക് പുറമെ ആഭ്യന്തര നിക്ഷേപകർക്കും ഈ IPO വലിയൊരു അവസരമാണ്. ഏറ്റവും പുതിയ ഫണ്ടിംഗ് റൗണ്ടിൽ $7 ബില്യൺ മൂല്യം കണക്കാക്കിയ സെപ്റ്റോ വരും വർഷങ്ങളിൽ ഇന്ത്യൻ വിപണിയിലെ സൂപ്പർ താരമാകുമോ എന്നാണ് ഇപ്പോൾ നിക്ഷേപകരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 2025 ലോകവ്യാപാര ഭൂപടത്തിൽ ഇന്ത്യ വരച്ചു ചേർത്തത് ട്രേഡ് മാജിക് എന്ന റിപ്പോർട്ട്. ട്രംപിൻ്റെ സമ്മർദ്ദങ്ങളെ തകർത്തെറിഞ്ഞത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഊർജ്ജ സുരക്ഷ, വിപണി വൈവിധ്യവൽക്കരണം എന്നിവയിലൂടെയൊന്നും വിദഗ്ധർ പറയുന്നു. ആത്മവിശ്വാസമുള്ള ഒരു പുതിയ ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് ഈ വർഷം കണ്ടത്. അമേരിക്കൻ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നുകൊടുക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ഇന്ത്യ കർശനമായി നിരസിച്ചു. നമ്മുടെ 8 കോടിയിലധികം വരുന്ന ചെറുകിട കർഷകരുടെ ഉപജീവനത്തെ ബാധിക്കുന്ന ഒരു കരാറിനും ഇന്ത്യ തയ്യാറായില്ല. ഭീഷണികൾക്ക് മുന്നിൽ ഭക്ഷ്യസുരക്ഷ അടിയറവ് വയ്ക്കില്ലെന്ന ഉറച്ച നിലപാട് ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിച്ചെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. രണ്ടാമത്തെ കാരണം ബദൽ വഴികൾ കണ്ടെത്തലായിരുന്നു. US-ഉമായുള്ള ചർച്ചകൾ വഴിമുട്ടിയപ്പോൾ ഇന്ത്യ മറ്റു വാതിലുകൾ തുറന്നു. UK, ന്യൂസിലൻഡ്, ഒമാൻ എന്നീ രാജ്യങ്ങളുമായി റെക്കോർഡ് വേഗത്തിൽ ഇന്ത്യ വ്യാപാര കരാറുകൾ ഒപ്പിട്ടു. മൂന്നാമത്തെ നീക്കം ഊർജ്ജ സുരക്ഷയിലെ ധീരതയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന്റെ പേരിൽ ട്രംപ് ഉപരോധ ഭീഷണി മുടക്കിയെങ്കിലും ഇന്ത്യ വഴങ്ങിയില്ല. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം ഊർജ്ജ ആവശ്യങ്ങൾ സംരക്ഷിച്ച ഇന്ത്യയുടെ ആത്മവിശ്വാസം ലോകം ശ്രദ്ധിച്ചു. വിപണി വൈവിധ്യവൽക്കരണ തന്ത്രമാണ് അടുത്തത്. US വിപണിയെ മാത്രം ആശ്രയിക്കുന്ന രീതി ഇന്ത്യ മാറ്റി. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി വ്യാപിപ്പിച്ചു. ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് മേഖലകളിൽ പുതിയ വിപണികൾ കണ്ടെത്തിയതോടെ ട്രംപിന്റെ തീരുവകൾ നൽകുന്ന ആഘാതം പകുതിയോളം കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം നയതന്ത്ര പരമാധികാരമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ഇന്ന് നിയമം അനുസരിക്കുന്നവനല്ല, മറിച്ച് ഒരു റൂൾ ഷേപ്പറാണ്. അമേരിക്കയുടെയും ചൈനയുടെയും ഇടയിൽ ഒരു തുല്യശക്തിയായി നിൽക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ദേശീയ താൽപര്യം മാത്രം നോക്കി തീരുമാനമെടുക്കുന്ന ഇന്ത്യയുടെ ഈ പുതിയ കരുത്ത് ട്രംപിന് പോലും അംഗീകരിക്കേണ്ടി വന്നുവെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഊർജ്ജ മേഖലയ്ക്ക് AI ഭീഷണിയാകില്ലെന്ന് വിലയിരുത്തൽ. പുനരുപയോഗ ഊർജ്ജ വ്യവസായം ഇന്ത്യയിൽ 3 ദശലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇന്ത്യയുടെ ഊർജ്ജ മേഖല ഇന്ന് തൊഴിൽ വളർച്ചയുടെ പാതയിലാണ്. AI സാങ്കേതികവിദ്യയുടെ വികാസം തൊഴിൽ നഷ്ടം സൃഷ്ടിക്കുന്നുവെന്ന് പറയുമ്പോഴും പുനരുപയോഗ ഊർജ്ജ മേഖലയിലടക്കം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. 2024 ആഗോള ഊർജ്ജ തൊഴിൽ 2.2% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും ഏറ്റവും വേഗത്തിൽ വളരുന്ന ഊർജ്ജ തൊഴിൽ സ്രോതസ്സായി വൈദ്യുതി മാറിയതായും അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നു. 2030 ആകുമ്പോഴേക്കും പുനരുപയോഗ ഊർജ്ജ വ്യവസായം ഇന്ത്യയിൽ 3 ദശലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഉയർന്നുവരിക 1.7 ദശലക്ഷം പുതിയ അവസരങ്ങളാണ്. സൗരോർജ്ജവും കാറ്റാടി ഊർജ്ജവുമാണ് ഇതിൽ മുന്നിൽ. ഇൻസ്റ്റാളേഷൻ, അറ്റകുറ്റപ്പണി പ്രവർത്തനങ്ങൾ എന്നിവയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. വലിയ സോളാർ പാർക്കുകൾ, ട്രാൻസ്മിഷൻ ഇടനാഴികൾ, ഗ്രിഡ് നവീകരണ പദ്ധതികൾ എന്നിവയാൽ ഇന്ത്യയിൽ 2024 ഊർജ്ജ തൊഴിൽ ഏകദേശം 6% വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,765 രൂപയും പവന് 1,02,120 രൂപയുമായി. വെള്ളിവില ഗ്രാമിന് 228 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇനി നോക്കാം കേരള വാർത്തകൾ. ക്രിസ്മസ് വിപണിയിൽ കുതിച്ചുയർന്നു പച്ചക്കറി വില. പ്രാദേശിക വിപണിയിൽ പച്ചക്കറി ലഭ്യത കുറവായതാണ് വില ഉയരാൻ കാരണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് പച്ചക്കറി കൂടുതലായി എത്തുന്നത്. നിത്യോപയോഗ സാധനങ്ങൾക്കും മാംസത്തിനു പിന്നാലെ പച്ചക്കറി വില കുതിച്ചുയരുകയാണ്.
ഭൂരിഭാഗം ഇനങ്ങൾക്കും 10 മുതൽ 40 രൂപ വരെയാണ് വില വർദ്ധിച്ചത്. പടവലം, സവാള, ഏത്തക്കായ, ഇഞ്ചി, ബീട്രൂട്ട്, മത്തങ്ങ, കൂർക്ക എന്നിവ ഒഴികെ ഭൂരിപക്ഷം പച്ചക്കറികൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. മണ്ഡലകാലമായതിനാൽ പച്ചക്കറിക്ക് ഡിമാൻഡ് ഏറെയാണ്. ഇതും വിലവർധനയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. നിലവിൽ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് പച്ചക്കറികൾ എത്തുന്നത്. പ്രാദേശിക വിപണിയിൽ പച്ചക്കറി ലഭ്യത കുറവാണ്. മുരിങ്ങ വില കുതിച്ചുയരുകയാണ്. ഇന്നലെ വിപണിയിൽ 280 ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 700-നടുത്ത് വില വന്നിരുന്നു. കാന്താരി വില 300 രൂപയിലേക്ക് എത്തി. 2 മാസം മുമ്പ് 600 മുതൽ 700 രൂപ വരെയായിരുന്നു വില. എന്നാൽ നാട്ടിൻപുറങ്ങളിൽ കാന്താരി സുലഭമായതോടെയാണ് വില 300-ആയി കുറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. ദലാൽ സ്ട്രീറ്റിൽ ഇത്തവണ സാന്താക്ലോസ് എത്തിയില്ല. സെൻസസ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ താങ്ങി നിർത്തിയത് ആഭ്യന്തര നിക്ഷേപകരെന്ന അനലിസ്റ്റുകൾ. മുംബൈക്ക് ഇനി 2 ചിറകുകൾ. നവി മുംബൈ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു. മലയാളി യാത്രക്കാർക്കും നേട്ടം. പ്രാഥമിക ഓഹരി വിൽപ്പനയ്ക്കൊരുങ്ങി സെപ്റ്റോ. IPO രേഖകൾ വെള്ളിയാഴ്ച സമർപ്പിക്കും. ലക്ഷ്യം 2026ഓടെ പൊതുവിപണിയിലെത്തുക. ലോക വ്യാപാര ഭൂപടത്തിൽ ഇന്ത്യ വരച്ചു ചേർത്തത് ട്രേഡ് മാജിക് എന്ന റിപ്പോർട്ട്. ട്രംപിന്റെ സമ്മർദ്ദങ്ങളെ തകർത്തെറിഞ്ഞത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്നും വിദഗ്ധർ. ഊർജ മേഖലയ്ക്ക് AI ഭീഷണിയാകില്ല. പുനരുപയോഗ ഊർജ വ്യവസായം ഇന്ത്യയിൽ 3 ദശലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.